അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയൊരു പർച്ചേസിങ്ങും ലുലുമാൾ കാണാൻ പോയ വിശേഷങ്ങളും അല്ലെങ്കിൽ തിരിച്ചെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാക്സിൽ ഷോറൂമത്തെ വീഡിയോ ആണ്. ഞങ്ങൾ ലുലുമാൾ പോകുന്ന വഴി അതിനും തൊട്ടടുത്തായിട്ടാണ് മാക്സ് ഷോറൂം ഉള്ളത്. സത്യം പറഞ്ഞാൽ ലുലുമാൾ കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും ഈ മാക്സ് ഷോറൂമും ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാമെന്ന് കരുതി കയറിയതാണ്. കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ അവിടെ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലുമാളിലേക്കാണ് പോയത്. കോഴിക്കോട് സിറ്റിയിൽ നമ്മൾ ലുലുമാൾ വന്നപ്പോൾ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ടൈമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുക. പിന്നെ പർച്ചേസിംഗ് എന്നുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കൂടുതലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളൊക്കെ ആയിരുന്നു. അതൊന്ന് കാണുക, അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പോയതാണ്. ഒരുപാട് നല്ല ഡ്രസ്സ് കളക്ഷനും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗൾഫ് കൺട്രീസിൽ മാത്രം കിട്ടുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്രാൻഡാണ് ഈറ്റൻ്റെ ബ്രാൻഡ്. അതിൻ്റെ ഒരുപാട് ഷൂവിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഈറ്റൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കുട്ടികളുടെയും എൻ്റെയൊക്കെ ഞാൻ ഇങ്ങനത്തെ ചെരുപ്പും ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നത്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊന്നും സത്യം പറഞ്ഞാൽ ദുബായിലുള്ള മാളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ഞങ്ങൾ മൊത്തത്തിൽ ലുലുമാളൊക്കെ ഒന്ന് കറങ്ങി. ഒരുപാട് വീഡിയോസ് ഇതിൽ മിസ്സായിരിക്കും, കാരണം അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് വീണു, കേടായി. അപ്പോൾ പിന്നീടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അല്ലയിൽ തിരിച്ചെത്തിയിട്ടുള്ള എൻ്റെ പെട്ടിയൊക്കെ പൊട്ടിക്കുന്ന വീഡിയോസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ കൊണ്ടുവന്ന ഒരു സാധനം എന്ന് പറയുന്നത് മൺപാത്രങ്ങളാണ്. ഇത് മൺപാത്രം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കുടത്തിൽ അരി നിറച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ചുറ്റും ഞാൻ ബാക്കി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം ഉള്ളിൽ കാലിയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ടാകുമ്പോൾ പൊട്ടിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അലുമിനിയം പാത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങളും കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് അത് ഞാൻ നടപ്പിലാക്കുന്നത്. കാരണം അത് ഞാൻ തീരുമാനിച്ച പാടെ തന്നെ അതെല്ലാം ഞാൻ ഒഴിവാക്കി അങ്ങോട്ട്. അപ്പോൾ നാട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാന് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം എഴുതി വെച്ചത് മൺപാത്രങ്ങളായിരുന്നു. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. ഇവിടെ എത്തിയിട്ട് അത് പൊട്ടുമ്പോൾ ഭയങ്കര വിഷമമാവും. നമുക്കിതൊന്നും ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല, എന്നാലും നമുക്ക് നാട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നാടിനായിട്ടൊരു കണക്ഷനാണ്. അവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ഓർമ്മ വരും. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്, ഇതൊക്കെ നമുക്ക് അവർ തന്നതാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് അവർക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരത് യൂസ് ചെയ്യുമ്പോൾ ഇത് അവർ കൊണ്ടുതന്നാണ്. അപ്പോൾ അകലത്തിലാണെങ്കിലും ഒരു പരസ്പരം കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ വലിയ കരിവേപ്പ് മരത്തിൽ വന്ന് ഞാൻ തൈ കൊണ്ടുവന്നതായിരുന്നു. ഈ വളം ഞാൻ ഇതൊക്കെ മണ്ണിൽ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത വളമായിരുന്നു. ഇതിൽ എന്തെങ്കിലുമൊക്കെ മണ്ണിൽ ചേർത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും പിടിക്കില്ല. കാരണം മണ്ണിൽ വലിയ വളമില്ലാത്ത മണ്ണാണ്. ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കരിവേപ്പ് മരം. പിന്നെ ഒരു വിഷമമായത് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് തവണ കഷ്ടപ്പെട്ട് കുഴിച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു പുതിനയാണ് മൊത്തത്തിൽ ഉണങ്ങിപ്പോയി. ഇനിയുള്ള എൻ്റെ അല്ലയിലെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.